എല്ലാവരും വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ വിധിക്കായി പോയി കഴിഞ്ഞാൽ വീടിന് ഒരുപാട് ദോഷമാണ്. വലിയ പ്ലോട്ടുകളിൽ മാത്രമേ നമുക്കങ്ങനെ വീടിന് കൃത്യമായി ഓറിയൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ സ്ഥലം ഉള്ളവർ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം, ഒരു പ്രാക്ടിക്കലി വളരെ ജെന്യുവനായിട്ടൊരു ക്വസ്റ്റൻ. അപ്പോൾ അതിന് മെയിൻ ഡോർ കന്നിമൂലൊക്കെ വിധിക്കായതുകൊണ്ട് നമ്മൾ കന്നിമൂല സങ്കല്പിക്കുന്ന പോയിന്റിൽ നിന്ന് ആ യഥാർത്ഥ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മാറി വരാനുള്ള സാധ്യത. യഥാർത്ഥ സൗത്ത് വെസ്റ്റ് മാറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരം പ്ലോട്ടുകൾ വീട് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണക്ക് ഒരിക്കലും തെറ്റാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും കുറച്ചുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ വിധിക്കെന്ന് പറയുന്ന ഒരു. എല്ലാവരും വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ വിധിക്കായി പോയി കഴിഞ്ഞാൽ വീടിന് ഒരുപാട് ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ പ്ലോട്ടിലല്ല വിധിക്ക്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, വീടിൻ്റെ ഓറിയൻറ്റേഷനാണ് ഈ വിധിക്കെന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് പറയുന്നെങ്കിൽ വീടിനെ എങ്ങനെ ഓറിയൻറ്റ് ചെയ്ത് വയ്ക്കുന്നു എന്നുള്ളതാണ്. കറക്റ്റ് നോർത്ത് ഓറിയൻറ്റേഷൻ എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് ദർശനമുള്ളൊരു വീടാണെങ്കിൽ കൃത്യം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വീടിനെ വയ്ക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് ഇപ്പോൾ പ്ലോട്ടിൽ നമ്മൾ ചെന്ന് നിന്ന് നോക്കുമ്പോൾ, പ്ലോട്ടിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ പോയിട്ട് കോമ്പസ് വെച്ച് നിന്ന് നോക്കുന്നത്. പ്ലോട്ടിൻ്റെ സെൻറ്ററിൽ പോയി നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡയഗണലായിട്ടാണ് അത് കാണിക്കുന്നതെന്ന് വെച്ചോളൂ. നോർത്ത് കാണിക്കുന്ന ഡയഗണലാണെങ്കിൽ നിങ്ങൾക്ക് വീട് ചെയ്യുന്ന സമയം അത് കൃത്യമായി നോർത്ത് ഓറിയൻറ്റ് ചെയ്ത് വയ്ക്കാൻ എത്ര സ്ഥലം വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ വേണം നിങ്ങൾ ആ സ്ഥലത്തിന് എടുക്കാനായിട്ട്. അപ്പം എൻ്റെ ആ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ, വലിയ പ്ലോട്ടുകളിൽ മാത്രമേ നമുക്കങ്ങനെ വീടിന് കൃത്യമായി ഓറിയൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ സ്ഥലം ഉള്ളവർ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം, ഒരു പ്രാക്ടിക്കലി വളരെ ജെന്യുവനായിട്ടൊരു ക്വസ്റ്റൻ. അപ്പോൾ അതിന് ഈ വിധിക്കായിട്ടുള്ള വീടുകൾ വരാൻ സാധ്യതയുള്ള പ്ലോട്ടുകൾ എന്ന് വേണം പറയാൻ. അങ്ങനത്തെ പ്ലോട്ടുകളെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ചെയ്യേണ്ടി വരണമെങ്കിൽ നമ്മൾ അതിന് ചില പർട്ടിക്കുലർ പോയിന്റുകളിൽ കൃത്യമായ എക്സ്റ്റൻഷൻസ് കൊടുത്ത് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു വാസ്തു എക്സ്പേർട്ടിന് മാത്രമേ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. വിധിക്കിൻ്റെ ഓറിയൻറ്റേഷൻ, വീടിൻ്റെ ടോട്ടലി ഓറിയൻറ്റേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് പ്രത്യേകിച്ച് ഞാനത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോർത്ത് ഈസ്റ്റ് ഭാഗത്തിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു പരിധി വരെ വിധിക്ക് ദോഷത്തിനെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിന് കൃത്യമായ ഒരു ഗ്രിഡ് അനാലിസിസ് നടത്തിയാൽ മാത്രമേ വിധിക്കിന് പരിഹാരം. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് വീടുകൾ, വിധിക്കിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കന്നിമൂല ഭാഗത്തേക്ക് നമ്മുടെ ഡോറ് വന്നിട്ടുണ്ടോ. മെയിൻ ഡോർ കന്നിമൂലൊക്കെ വിധിക്കായതുകൊണ്ട് നമ്മൾ കന്നിമൂല സങ്കല്പിക്കുന്ന പോയിന്റിൽ നിന്ന് ആ യഥാർത്ഥ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മാറി വരാനുള്ള സാധ്യത. യഥാർത്ഥ സൗത്ത് വെസ്റ്റ് മാറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനുള്ളിൽ നമ്മുടെ മെയിൻ ഡോർ കറക്റ്റ് ആ പൊസിഷൻ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെ കവർ ചെയ്യണം, അതെങ്ങനെ സിറ്റൗട്ടിനെ നമ്മളെങ്ങനെയാണ് അത് ക്ലോസ്ഡ് ആക്കി മാറ്റുന്നത്, ഗ്ലാസ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് സിറ്റൗട്ടിനെ ക്ലോസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൊല്യൂഷനായിട്ട് ചിന്തിക്കാവുന്നതാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീടിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളെപ്പോഴും ഓറിയൻറ്റേഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ജോമെട്രി എന്ന് പറയുന്ന അതേ ഫോർമുലയിൽ തന്നെ പറഞ്ഞോട്ടെ, കൃത്യമായ കണക്കുകളിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം പ്ലോട്ടുകൾ വീട് വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണക്ക് ഒരിക്കലും തെറ്റാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള ഓറിയൻറ്റേഷൻ കറക്ഷൻസ് പ്രോപ്പർ ഗ്രിഡ് അനാലിസിസ് നടത്തി എത്ര ഡിഗ്രിയാണ് ഈ ഡയറക്ഷൻ മാറി നിൽക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ പ്ലാനിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കൃത്യമായിട്ട് ചെയ്താൽ ഇത് പറ്റുന്നതാണ്. ഇതിന് വറിയേണ്ട, ആരും വിധിക്കിൽ താമസിക്കുന്നു എന്ന് വെച്ച് വറിയേണ്ട. അത് നമുക്ക് നോക്കിയാൽ കൃത്യമായി അത് കറക്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണെന്ന് മനസ്സിലാക്കുക. വിധിക്ക് ദോഷം എന്ന സിറ്റിക്കകത്ത് നമുക്കത് കോമൺ ആണ്. കാര്യം ലാൻഡ് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പേരുടെ വീട്ടിൽ ഈ പ്രശ്നമുണ്ട്. അപ്പോൾ 20 ഡിഗ്രിക്കുള്ളിലാണ് ഈ വിധിക്ക് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട, വേറെ ഒരു തരത്തിലും ഒരു കറക്ഷനും ചെയ്യാൻ പോകണ്ട. അതിൽ മുകളിലേക്ക് വരുമ്പോൾ ഒരു 40 ഡിഗ്രി വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് 30 ഡിഗ്രി 40 ഡിഗ്രി വന്നാൽ ഉറപ്പായിട്ടും നമ്മളത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്ത് കൃത്യമായ വെയിറ്റേജ് അർഹിക്കുന്ന പോയിന്റുകളിൽ കൊടുത്ത് കൃത്യമായി വാസ്തുപരമായിട്ട് വീട്ടിനെ ബാലൻസ് ചെയ്യുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.